guys, welcome back to another video of Concept Basket. അപ്പോൾ ഇന്നും സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിലെ ഒരു കുഞ്ഞു ടോപ്പിക്കാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. യെസ്, അതെ. അപ്പം നമുക്ക് പഠിച്ചാലോ? വളരെ ഈസി ആയിട്ട് നമുക്ക് നോക്കാം. 1831 നമ്മുടെ റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു ഓർഗനലി ഉണ്ട്. ഇതിങ്ങനെയൊക്കെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒരു ഓർഗനലി എന്നുള്ള രൂപത്തിൽ ന്യൂക്ലിയസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആദ്യത്തെ സയൻറ്റിസ്റ്റ് റോബർട്ട് ബ്രൗൺ ആണ്. പിന്നീട് ഫ്ലെമിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയൽസ് ഇല്ലേ, അതൊരു ബേസിക് ഡൈകളാൽ സ്റ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. അതിനെ ക്രൊമാറ്റിൻ എന്നാണ് വിളിക്കുക എന്ന് പറയുന്നത് ആരാണ്? ഫ്ലെമിംഗ് ആണ്. ഇത്ര നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഇനി ഒരു കോശം നമ്മൾ എടുത്ത് നോക്കുകയാണ്. ആ കോശം എന്ത് ചെയ്യുന്നില്ല, ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാത്തൊരു സമയം. ആ സമയത്തിൽ അതിൻ്റെ ന്യൂക്ലിയസിനെ നമ്മൾ പറഞ്ഞ പേരാണ് ഇൻ്റർഫേസ് ന്യൂക്ലിയസ്. ഈ ഒരു ഇൻ്റർഫേസ് ന്യൂക്ലിയസിനെ നമ്മൾ ഇലക്ട്രോ മൈക്രോസ്കോപ്പിനെ താഴെയും മറ്റും വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്നറിയോ? ഭയങ്കര ഇലാബറേറ്റ് ആയിട്ടുള്ള എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഓഫ് കുറച്ച് ന്യൂക്ലിയോ പ്രോട്ടീൻ ഫൈബേഴ്സ് ആണ്. എന്നാൽ ന്യൂക്ലിയോ പ്രോട്ടീൻ ഫൈബേഴ്സ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്രൊമാറ്റിൻ എന്നാണ്. ഇത് കൂടാണ്ട് ന്യൂക്ലിയസിനുള്ളിൽ മാട്രിക്സ് ഉണ്ട്, ന്യൂക്ലിയർ മാട്രിക്സ്, അതിനെ ന്യൂക്ലിയർ പ്ലാസം എന്ന് നമ്മൾ പറയും. ഇത് കൂടാണ്ട് ഒന്നോ ഒന്നിൽ കൂടുതൽ കുഞ്ഞു കുഞ്ഞു സ്ഫെറിക്കൽ ബോഡീസ് ഉണ്ട്, അതിനെ ന്യൂക്ലിയോലൈ എന്നാണ് പറയുന്നത്. സെറ്റ് അല്ലേ? അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഈ ന്യൂക്ലിയസിന് ചുറ്റോരം 2 മെംബ്രെയിൻ ഉണ്ട്. 1, 2. ഈ ഓരോ മെംബ്രെയിനും പാരലൽ ടു ഈച്ച് അതർ ആയിട്ടാണ് കിടക്കുന്നത്. മാത്രമല്ല ഈ ഔട്ടർ മെംബ്രെയിൻ്റെയും ഇന്നർ മെംബ്രെയിൻ്റെയും ഇടയിൽ കുറച്ച് സ്പേസ് ഉണ്ട്. 10 നാനോമീറ്റർ ടു 50 നാനോമീറ്റർ, 50 നാനോമീറ്റർ. ഇതിന് പേര് ന്യൂക്ലിയർ സ്പേസ് എന്നാണ് പറയുന്നത്. സോ ഇതൊരു ബാരിയർ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ? ഇതിൻ്റെയൊക്കെ ഇടയിൽ ന്യൂക്ലിയസിൻ്റെ അകത്തെ സ്പേസിനും ന്യൂക്ലിയസിന് പുറമേ ഉള്ള സ്പേസിനും ഇടയിൽ ഒരു ബാരിയർ ആയിട്ടാണ് നിൽക്കുന്നത്. ഇത്ര നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഇനി ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് വിത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ചില എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നമുക്ക് റൈബോസോമും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വെരി ഈസി. ഓക്കെ, ഇനി നമ്മൾ ഒന്നും കൂടി ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ന്യൂക്ലിയർ മെംബ്രെയിനുകളുടെ ചില ഭാഗങ്ങളിൽ നമുക്ക് ഒരു ഗ്യാപ്പ് കാണാം. മനസ്സിലായില്ലേ? ഒരു ന്യൂക്ലിയർ പോർ കാണാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഈ ഇന്നർ മെംബ്രെയിനും ഔട്ടർ മെംബ്രെയിനും ജസ്റ്റ് ഇങ്ങനെ ഫ്യൂസ് ചെയ്യും ഒരു ഭാഗത്ത്. അതേപോലെ തന്നെ മറ്റേ ഭാഗത്തും ഒരു ഇന്നർ മെംബ്രെയിൻ ഔട്ടർ മെംബ്രെയിൻ ജസ്റ്റ് ഫ്യൂസ് ചെയ്യുമ്പോൾ ഈ 2 ഫ്യൂസ് ചെയ്തതിൻ്റെ ഇടയിലായിട്ടൊരു സ്പേസിന് അതിനെ ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് RNAയും പ്രോട്ടീൻസും ഒക്കെ ന്യൂക്ലിയസിൻ്റെയും സൈറ്റോപ്ലാസിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നത്. ഇത്ര നിങ്ങൾക്ക് ഓക്കെ അല്ലേ? സെറ്റ് അല്ലടാ? പെർഫെക്റ്റ് അല്ലേ? അപ്പോൾ സാധാരണ രീതിയിൽ ഒരു കോശത്തിൻ്റെ അകത്ത് നമുക്ക് ഒരു ന്യൂക്ലിയസ് ആണ് കാണാൻ സാധിക്കുക. എന്നാൽ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉള്ള കോശങ്ങളും ഉണ്ട്. മനസ്സിലായോ? എന്നാൽ ചില മെച്യൂർ ആയിട്ടുള്ള കോശങ്ങളിൽ നമുക്ക് ന്യൂക്ലിയസേ കാണാൻ പറ്റൂല. ഉദാഹരണത്തിന് മെച്യൂർ RBCയിൽ കാണില്ല. അതേപോലെ തന്നെ നമ്മുടെ സീവ് ട്യൂബ് സെൽസിലും നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ? നമ്മുടെ പ്ലാന്റ്സിൽ സീവ് ട്യൂബ് സെൽസിലും നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇത്ര നിങ്ങൾക്ക് ഓക്കെ ആണോ? പെർഫെക്റ്റ് അല്ലേ? യെസ്, ഓക്കെ അല്ലടാ? പെർഫെക്റ്റ്. ഇനി നമ്മൾ പറയുന്നത് ന്യൂക്ലിയർ മാട്രിക്സ്, അതിന് നമ്മൾ ന്യൂക്ലിയർ പ്ലാസം എന്നും പറയുന്നുണ്ട്. ഇതിൽ നോക്കുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ക്രൊമാറ്റിൻ കാണുന്നുണ്ട് ആൻഡ് ഓൾസോ ന്യൂക്ലിയോലൈ എന്ന് പറഞ്ഞ കുറച്ച് സ്ഫെറിക്കൽ ബോഡീസ് കാണുന്നുണ്ട്. ഈ ന്യൂക്ലിയോലൈ മെംബ്രെയിൻ കൊണ്ട് വട്ടം ഉണ്ടോ? മെംബ്രെയിൻ ബൗണ്ട് ആണോ? അല്ല, മെംബ്രെയിൻ ഇല്ല. ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ കണ്ടൻസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ ന്യൂക്ലിയർ മാട്രിക്സ് എന്ന് പറഞ്ഞുകൂടെ പറയാം. പിന്നെ എന്താണ് ഈ ന്യൂക്ലിയർ പ്ലാസിൻ്റെ പ്രത്യേകത? ഇവിടെയാണ് ആക്റ്റീവായിട്ട് റൈബോസോമൽ RNA സിന്തസിസ് നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും കൂടുതൽ കുറേ നമ്പറിൽ ന്യൂക്ലിയോലൈ കാണുന്നത് ഏത് സെല്ലുകളിലായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏറ്റവും കൂടുതലായിട്ട് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന കോശങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ന്യൂക്ലിയോലൈ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഈസി അല്ലേ? വെരി ഈസി അല്ലേ? ഓക്കെ ഡാ. ഇനി നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ന്യൂക്ലിയർ മെംബ്രെയിൻ പറഞ്ഞു അല്ലേ, ന്യൂക്ലിയോലൈനെ പറ്റിയിട്ട് പറഞ്ഞു. ഇനി നമുക്ക് എന്തൊക്കെയാണ് മാട്രിക്സിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇനി നമുക്ക് ആ ഒരു ക്രൊമാറ്റിനെ പറ്റിയിട്ട് ഒന്നും കൂടി ഒന്ന് വിശദീകരിക്കാം. വെരി ഈസി. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് വെച്ചാൽ, ഇപ്പോൾ മൈക്രോസ്കോപ്പിന് താഴെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലൂസ് ആയിട്ടുള്ള ഭയങ്കര എക്സ്റ്റെൻഡഡ് ആയിട്ട് ലാബറേറ്റ് ആയിട്ട് കിടക്കുന്ന ന്യൂക്ലിയോ ഫൈബർ പ്രോട്ടീൻസ് ആയിട്ടുള്ള ക്രൊമാറ്റിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ സെൽ ഡിവിഷൻ്റെ പല ഘട്ടങ്ങളിൽ വളരെ സ്ട്രക്ചറലായിട്ട് ഈ ഒരു ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മൊത്തം ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ട് കിടക്കുകയാണ് അല്ലേ, അത് മൊത്തം എന്താണ് വളരെയധികം കണ്ടൻസ് ചെയ്തൊരു ക്രോമോസോമിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് ചില ഘട്ടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? DNA ഉണ്ട്, ചില ബേസിക് പ്രോട്ടീനുകളായിട്ടുള്ള ഹിസ്റ്റോൺസ് ഉണ്ട്,
നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ട്, മാത്രമല്ല കുറച്ച് RNAs ഉണ്ട്. ഒരു ഹ്യൂമൻ സെല്ല് നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ ഹ്യൂമൻ സെൽ നോക്കിയാൽ നമുക്ക് 46 ക്രോമസോം, അതായത് 23 പെയർ ഓഫ് ക്രോമസോംസ് ഉണ്ട് അല്ലേ. ഇതിൽ മൊത്തം നോക്കിയാൽ നമ്മൾ എത്രത്തോളം DNA ഉണ്ട്? ഏകദേശം 2 മീറ്റർ ലെങ്ത്തിൽ നമുക്ക് DNA കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾറൈറ്റ്, യെസ്. ഇനി നമ്മൾ ഒരു സെൽ ഡിവിഷൻ്റെ ചില ഘട്ടങ്ങളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട് പറഞ്ഞു നമ്മൾ? ക്രോമസോം വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ക്രോമസോം മൈക്രോസ്കോപ്പിൻ്റെ താഴെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് കാണാം? ഒരു പ്രൈമറി കൺസ്ട്രിക്ഷൻ കാണാം, ഒരു ചുരുങ്ങിയൊരു ഭാഗം കാണാം അല്ലേ. അതിന് സെൻട്രോമിയർ എന്നാണ് വിളിക്കുന്നത്. ഈ സെൻട്രോമിയറിൻ്റെ ഇരുഭാഗങ്ങളിലായിട്ട് ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൈനറ്റോകോർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ സെൻട്രോമിയർ? ഈ സെൻട്രോമിയർ ആണ് ക്രോമസോമിന് 2 കുട്ടിയല്ലേ, ഒരു ക്രോമാറ്റിഡ്, രണ്ടാമത്തെ ക്രോമാറ്റിഡ്. ഈ 2 ക്രോമാറ്റിഡ്സിനെയും ഈ ഒരുമിച്ച് നിർത്തുന്നത്, ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ആളാണ് ഈ സെൻട്രോമിയർ എന്ന് പറയുന്നത്. എന്നാൽ ഈ സെൻട്രോമിയറിൻ്റെ ലൊക്കേഷൻ ഈ ഒരു ക്രോമസോമിൽ മൊത്തമായിട്ട് എവിടെയാണ് വരുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 4 ക്രോമസോംസ് ഉണ്ട്. ഒന്നാമത് പറയുന്നത് എന്താണ്? യെസ്, നമുക്ക് മെറ്റാസെൻട്രിക് ഉണ്ട്, സബ് മെറ്റാസെൻട്രിക് ഉണ്ട്, ആക്രോസെൻട്രിക് ഉണ്ട്, ടീലോസെൻട്രിക് ഉണ്ട്. മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രോമിയർ കറക്റ്റ് സെൻറ്ററിലാണ്. അപ്പോൾ നമ്മൾ ക്രോമാറ്റിഡ്സിൻ്റെ 2 ആംസും, മേലെയുള്ള ആമും താഴെയുള്ള ആമും എന്താണ്, ഈക്വൽ സൈസിലാണുള്ളത് അല്ലേ. രണ്ടാമത് പറയുകയാണെങ്കിൽ സബ് മെറ്റാസെൻട്രിക്, ഇത് നടുഭാഗത്ത് നിന്ന് കുറച്ചും കൂടി അപ്പുറത്തോട്ടാണ്, മേലോട്ട് താഴോട്ടും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ആമ് ചെറുതും ഒരു ആമ് വലുതും ആയിരിക്കും. ഈസി അല്ലേ. ടീലോസെൻട്രിക് എന്ന് പറഞ്ഞാൽ ടുവാർഡ്സ് എൻഡ് ആയിരിക്കും, ഒരു അറ്റത്തിനോട് അടുത്തായിട്ടാണ് കാണുന്നത്. ആക്രോസെൻട്രിക് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ആക്രോസെൻട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രീംലി ഷോർട്ട് ആയിട്ടുള്ള ഒരു ആമും ഒരു വലിയൊരു ആമും ഉണ്ടാവും അല്ലേ. ഇനി ടീലോസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അറ്റത്താണ്, ടെർമിനൽ ആയിട്ടാണുള്ളത്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പറയണത് ചില ക്രോമസോംസിനെ നോക്കിക്കഴിഞ്ഞാൽ അറ്റ് എ കോൺസ്റ്റന്റ് ലൊക്കേഷനിൽ നമുക്ക് സ്റ്റെയിൻ ചെയ്യപ്പെടാത്ത, കളറൊന്നും വലിച്ചെടുക്കാത്ത ഒരു സെക്കൻഡറി കൺസ്ട്രക്ഷൻ ഉണ്ടാവും. ഇതൊരു സെപ്പറേറ്റ് ഫ്രാഗ്മെന്റ് പോലെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഒരു +1 ന്യൂക്ലിയസിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ഓൾറൈറ്റ്, ഈ ന്യൂക്ലിയർ പാക്കേജിംഗ് ഒക്കെ എങ്ങനെ വരുന്നതെന്നുള്ളതൊക്കെ നമുക്ക് മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പറയാം. ഓൾറൈറ്റ്, സോ യെസ്, ഗുഡ് ബൈ.